ആപ്കെ അദാലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയുടെ മേലുള്ള കുറ്റാരോപണം അദ്ദേഹം കൂട്ടാളികളുടെ കഴുത്ത് ഞെരിക്കുന്നു എന്നുള്ളതാണ്. നഡ്ഡ സാർ, താങ്കൾ ബീഹാറിൽ നിന്നാണ് പൊളിറ്റിക്കൽ കരിയർ തുടങ്ങിയത്. താങ്കൾ പാതി ബീഹാറി എന്ന് പറയുന്നു. ശരിക്കും കഷ്ടപ്പെട്ട് താങ്കൾ ബീഹാറിൽ ഭരണത്തിൽ വന്നു. നഡ്ഡ, നീ ചെയ്യുന്നതെല്ലാം ചെയ്തോ, ഞാൻ പിന്നിൽ തന്നെ ഉണ്ടെന്ന് മോദി പറയുന്നു. സർക്കാർ മുഖേന വാക്കും നൽകുന്നുണ്ട്. ഞാൻ ആരുടെയും കഴുത്തൊന്നും പിടിച്ചിരിക്കുന്നില്ല. അതിൻ്റെ ഒപ്പം ഞാൻ ആരെയും ശ്വാസം മുട്ടിപ്പിക്കുന്നുമില്ല. അതായത് ഞാൻ എല്ലാവരുടെ അടുത്തും ഒരു ഫ്രെയിം വർക്ക് പോലെ. ഞാൻ ഓരോന്നായിട്ട് താങ്കൾക്ക് എക്സാമ്പിൾ പറയാം. നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായിരുന്നു. ഇലക്ഷന്റെ സമയത്ത് താങ്കൾ പറഞ്ഞു ബീഹാറിന് ആത്മവിശ്വാസം നൽകുന്ന നേതാവാണ് നിതീഷ് കുമാർ എന്ന്. അദ്ദേഹം നമ്മളോടൊപ്പം നിൽക്കും, നമ്മുടെ ആളാണ്, വഞ്ചന കാണിക്കില്ലെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം മറുകണ്ഠം ചാടി. വൺ ഫൈൻ മോർണിംഗ് നിങ്ങൾ തന്നെ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹമാണ് മറുകണ്ഠം ചാടിയതെന്ന്. അദ്ദേഹമാണ് മറുകണ്ഠം ചാടിപ്പോയത്. ഞങ്ങൾ അവരെ പുറത്തയച്ചിട്ടില്ല കേട്ടോ. അദ്ദേഹത്തിന്റെ കൗണ്ടിങ് പാർലമെന്റിൽ 40 ഉണ്ടായിരുന്നു. എന്റെ കൗണ്ടിങ് 74 അറ്റ് ദ പോയിന്റ് ഓഫ് ടൈം. ടുഡേ ഇറ്റ്സ് 78. എന്റെ കൗണ്ടിങ് അദ്ദേഹത്തിനേക്കാൾ കൂടുതൽ തന്നെ ഉള്ളത്. ശരിക്കും അതിനുശേഷം അദ്ദേഹത്തെ ഞാനൊരു മുഖ്യമന്ത്രി ആക്കിയിട്ടുണ്ട്. അദ്ദേഹം എന്നെ ഇട്ടിട്ട് പോകുന്നതിന് ഒരാഴ്ച മുമ്പ് വരെ ഞാൻ പിന്നെ അമിത്ഷാ രണ്ടുപേരും പാട്നയ്ക്ക് പോയിരുന്നതാ. നിതീഷാണ് ഞങ്ങളുടെ ലീഡറെന്ന് ഞങ്ങൾ തെളിച്ച് പറഞ്ഞിരുന്ന കാര്യമാണ്. ശരിക്കും ഇന്ന് തൊട്ട് അദ്ദേഹമാണ് ബീഹാറിന്റെ തലവനെന്നും. ഒരുപക്ഷെ ഒരാൾക്ക് അദ്ദേഹത്തിന്റെ നിഴല് കണ്ടാ പേടിയാണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കണ്ണിൽ ഞങ്ങളുടെ പാർട്ടിയുടെ വളർച്ച എന്ന് അത് നിർത്താൻ നോക്കിയാൽ ഒരിക്കലും നടക്കത്തില്ല കേട്ടോ. അല്ല, താങ്കളുടെ പാർട്ടി മാത്രം വളർന്നുകൊണ്ടേയിരുന്നു, അദ്ദേഹത്തിന്റെ പാർട്ടി ചുരുങ്ങിക്കൊണ്ടേയിരുന്നു. അദ്ദേഹം പേടിക്കില്ലേ? ആ പാർട്ടി വളർത്തേണ്ടത് അദ്ദേഹത്തിന്റെ കടമയല്ലേ. ഞങ്ങൾ അദ്ദേഹത്തിന് മുമ്പ് വളരേണ്ടത് ഞങ്ങളുടെ പണിയല്ലല്ലോ. ഞങ്ങൾ വളർന്നു വരണമെന്ന് വിചാരിക്കുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് കൊടുക്കേണ്ട റെസ്പെക്ട് കൊടുത്താണ് ഞങ്ങൾ വളർന്നു വന്നതൊക്കെ. ഞങ്ങൾ ഇന്നും സംസാരിക്കുന്ന സമയത്തും ശരി, കാലത്തിനേറ്റ പോലെ എങ്ങനെ നടക്കണോ, ഈ കാലത്തിനേറ്റ പോലെ എങ്ങനെയാണോ അങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് ഉള്ളത്. അദ്ദേഹത്തിന്റെ പാർട്ടി നേതാവായ ലല്ലൻ സിംഗ് അക്കാലത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ഞങ്ങൾ BJPയെ ഉപേക്ഷിക്കാതിരുന്നിരുന്നെങ്കിൽ, ഞങ്ങൾ NDA ഉപേക്ഷിച്ച് പുറത്തേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ സർക്കാർ നിലം പതിച്ചേനെന്ന്. അതുകൊണ്ട് സർക്കാർ നിലം പതിക്കുന്നതിന് മുൻപ് അവർ മറുകണ്ഠം ചാടിയതാണെന്ന്. അതായത് അദ്ദേഹത്തിന് രജത് സാർ, അതായത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ശരിക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, അത് കറക്റ്റ് തന്നെയാണ്. അദ്ദേഹത്തിന് കിട്ടേണ്ട റെസ്പെക്ട്, ഞങ്ങളുടെ ഒപ്പം വന്ന് ആസ് എ ചീഫ് മിനിസ്റ്റർ അദ്ദേഹത്തിന് കിട്ടേണ്ട റെസ്പെക്ട്, അതിന് ഒരിക്കലും അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നില്ല. ഇന്ന് അദ്ദേഹം എന്ത് അവസ്ഥയിലാണ് ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കുറച്ചു നാളിന് മുമ്പ് പ്രശാന്ത് കിഷോർ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, നിതീഷ് കുമാർ പുതിയ അലയൻസിൽ ശരിക്കും ടെൻഷനായിട്ടുണ്ട്, അതുകൊണ്ട് BJPയോട് വീണ്ടും അലയൻസ് വെക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഞങ്ങളാരും പോയി സംസാരിക്കാൻ പോയിട്ടില്ല. അതിനുശേഷം അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുമില്ല. പോയി ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ഒരു ആവശ്യമില്ല. ഞങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ പണിയെടുക്കുന്ന കാലമൊക്കെ ഒരുമിച്ച് തന്നെ ഇരുന്നത്. അദ്ദേഹമാണ് ഇട്ടിട്ട് പോയത്. അദ്ദേഹത്തിന്റെ ഡെസിഷൻ ആണല്ലോ. അതിന് എന്റെ ആശംസകൾ. ഞങ്ങളുടെ പാർട്ടി വളർത്താനുള്ള ഫുൾ ഫോക്കസ്ഡായിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഒപ്പം ബീഹാറിൽ ഞാൻ തനിച്ച് തന്നെ എല്ലാം നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നതും. അതിൻ്റെ ഒപ്പം ഞങ്ങളുടെ കൂടെയുള്ള പാർട്ടികൾ അവരെയും ഞങ്ങൾ വിളിച്ചോണ്ടാ പോകുന്നത്. താങ്കൾ അദ്ദേഹത്തിന്റെ പാർട്ടിയെ രണ്ടാക്കില്ലല്ലോ അല്ലേ? ആരാണെങ്കിലും അവരവരുടെ കുടുംബം അവരവർ തന്നെയല്ലേ നോക്കേണ്ടത്. ഒരുപക്ഷെ ഞങ്ങളുടെ അടുത്ത് വരണമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ അവരെ തടയാൻ പോകുന്നില്ല. പക്ഷെ ഞങ്ങൾ അവരെ ഒരിക്കലും ഒന്നും നശിപ്പിക്കാനൊന്നും നോക്കത്തില്ല. ഇതിൽ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താന്ന് വെച്ചാൽ, നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ കുടുംബം നോക്കാൻ കഴിയാണ്ട് ഞങ്ങളാണ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിലെന്ത് കാര്യമുള്ളത്? ഈ കംപ്ലൈന്റ് തന്നെയാണ് അവിടെ താക്കറേക്കും ഉള്ളത്. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു 2.5 വർഷം മുഖ്യമന്ത്രിയായി അദ്ദേഹം കാണുമെന്ന് താങ്കൾ ഉറപ്പ് പറഞ്ഞിട്ട് ആ ഉറപ്പ് താങ്കൾ സംരക്ഷിച്ചില്ലെന്ന് പറയുന്നു. ഉദ്ധവ് താക്കറെ അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി, അതായത് BJP എന്റെ മുതുകിൽ തന്നെ കുത്തിയിരിക്കുന്നു എന്ന്. ഇങ്ങോട്ട് നോക്കൂ, അതായത് അതൊന്ന് ശരിക്കും ഒരു നുണയായിട്ടുള്ള കാര്യമാണ്. BJPക്ക് അദ്ദേഹമായിരുന്നു ദ്രോഹം ചെയ്തത്. പാർട്ടിയുടെ പ്രചാരണം ഉണ്ടായിരുന്നു. ആ പ്രചാരണത്തില് ഓരോ സ്റ്റേജിലും അക്കാര്യം പറഞ്ഞതാണ്. ദേവേന്ദ്ര ഫെർണാണ്ടസിനെ ഓരോയിടത്തും ഞങ്ങൾ ചീഫ് മിനിസ്റ്റർ ആയിട്ടാണ് പറഞ്ഞത്. അതങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ തലമേൽ നടന്നത്. അദ്ദേഹത്തിന്റെ തലമേൽ തന്നെയാണ് എല്ലാ കാര്യവും അന്ന് പറഞ്ഞതും. മേലെ നരേന്ദർ, അതായത് മുകളിൽ ഡൽഹിയിൽ നരേന്ദ്രമോദിജി, പിന്നെ താഴെ നരേന്ദർ, അദ്ദേഹത്തിന്റെ ഒപ്പം ശിവസേനയിൽ ചേർന്ന എല്ലാ തലവന്മാരും ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം പോലും ആരും അബ്ജക്ട് ചെയ്തില്ല. ഒരു സ്റ്റേജിൽ 2.5 വർഷത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല. ഞങ്ങളുടെ മുതുകിലാണ് അദ്ദേഹം കത്തിയെടുത്ത് കുത്തിയതൊക്കെ. അതുപോലെ അദ്ദേഹം ഞങ്ങളെ എങ്ങനെ പറ്റിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് നേരെ ചീഫ് മിനിസ്റ്റർ ആകണമെന്നായിരുന്നു ആഗ്രഹം. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ആഗ്രഹമാണോ അന്ന് നടന്നതും. ഇതാണ് അദ്ദേഹത്തിന്റെ ഗുണം. പക്ഷേ നഡ്ഡ സാർ, താങ്കൾ ഇപ്പോഴാണ് ഒരു ശിവ് സൈന്യത്തിന് ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഉദ്ധവിനെ ആക്കിയിരുന്ന ഈ പ്രശ്നമൊന്നും വരില്ലായിരുന്നല്ലോ അല്ലേ? ഞങ്ങളുടെ കൂട്ടത്തിൽ ദേവേന്ദ്ര ഫെർണാണ്ടസ് വെച്ചായിരുന്നു അത് നടന്നതൊക്കെ. അതുകൊണ്ടാണ് ഞങ്ങൾ ദേവേന്ദ്ര ഫെർണാണ്ടസിനെ അന്ന് ചീഫ് മിനിസ്റ്റർ ആയിട്ട് പ്രൊജക്ട് ചെയ്തത്. ഇപ്പൊ നിങ്ങള് ഏക്നാഥ് ഷിൻഡെയെ കുറിച്ച് സംസാരിച്ചില്ലായിരുന്നോ? ഇതിപ്പോ ഒരു പുതിയ അലയൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ പുതിയ അലയൻസിൽ അദ്ദേഹം ഒരു ചീഫ് മിനിസ്റ്റർ ആയിട്ട് മാറും. അതായത് ശിവസേന ഛിന്നഭിന്നമായിക്കൊണ്ടേയിരുന്നു,
ഇവിടെ അത് തന്നെയാണ്. പക്ഷെ BJP മാത്രം മഹാരാഷ്ട്രയിൽ വളർന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് പാർട്ടിയുടെ പ്രശസ്തി നഷ്ടപ്പെടുമെന്നുള്ള ഒരു പേടി കാണില്ലേ? ഈ സമയത്ത് അവർക്ക് അഡ്വൈസ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ സജഷൻസ് കൊടുക്കുന്നതോ അത് ഉറപ്പായിട്ട് എന്റെ പണിയൊന്നുമല്ല. അവരുടെ പാർട്ടി എന്താ വളരാത്തെന്നുള്ള കാര്യം അവരാണ് നോക്കേണ്ടത്. അവര് വളരണമെങ്കിൽ അവര് തന്നെയാണ് ഇറങ്ങി പണിയെടുക്കേണ്ടത് അതിനുവേണ്ടി. നമ്മുടെ BJP-നെ കുറിച്ച് പറയണമെങ്കിൽ ഞങ്ങൾ വളരുന്നില്ല, അതിൻ്റെ ഒപ്പം ഞങ്ങളുടെ ഫാൻസ് അധികരിക്കുന്നില്ല, ഞങ്ങളുടെ ഏരിയ അധികരിക്കുന്നില്ല, ജനങ്ങൾ ഒരുപാട് ഇങ്ങോട്ട് കയറ്റുന്നുമില്ല, ഞങ്ങൾ ഒരു കുറവും വെക്കത്തില്ല. ഞങ്ങൾ എല്ലാവരുടെ വിശ്വാസവും എല്ലാവരുടെ വളർച്ചയും എല്ലാവരുടെ വിശ്വാസവും ചേർത്ത് ഈ നാട്ടിലെ ഭരണം ഞങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അതാണ് ഉള്ള സത്യം. നടാഷ് സാർ, അതായത് ആ പാർട്ടി ചെറുതായിക്കൊണ്ടേയിരുന്നു, അത് പതുക്കെ സംഭവിച്ചതാണ്. പക്ഷെ താങ്കൾ 40 MLA-മാരെ ഒറ്റയ്ക്ക് തൂക്കി അവസാനം അത് വളരെ ചെറുതാക്കി കളഞ്ഞല്ലോ. കുടുംബം നോക്കേണ്ടത് ആരുടെ കാര്യമാണ്? ഞങ്ങളാണോ അവരുടെ പാർട്ടി ചെറുതാക്കിയ? അവരാണ് ഞങ്ങളുടെ ഒപ്പം വന്നിട്ട് പാർട്ടി വലുതാക്കണമെന്ന് പറഞ്ഞു വന്നിരുന്നത്. നല്ലപോലെ പണിയെടുത്തു. മഹാരാഷ്ട്രൻ തിരിച്ച് ട്രാക്കിൽ വന്നുകൊണ്ടാണ് ഇരുന്നത്. വളർച്ച നോക്കി എത്തിക്കൊണ്ടിരുന്നു. കറപ്ഷൻ ഫ്രീ ഗവൺമെന്റ് ആയിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി ജോലി എടുത്തുകൊണ്ടിരുന്നു. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നു. നിങ്ങളാണ് നിങ്ങളുടെ കുടുംബം നോക്കേണ്ടത്. നിങ്ങൾക്കൊരു കാര്യം അറിയാൻ മേലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ അതിന്? നിങ്ങൾ പോയി നിങ്ങളുടെ മിനിസ്റ്റേഴ്സിനെ നോക്കിയില്ലെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ മിനിസ്റ്റേഴ്സിനെ ഒരുപാട് മണിക്കൂർ ഇരുത്തിയെങ്കിൽ, നിങ്ങളുടെ കൂട്ടുകാരുടെ ഒപ്പം നിങ്ങൾ സംസാരിക്കാണ്ടിരുന്നാലോ? അവരെന്താ പറയുന്നത് വെച്ചാൽ ഷിൻഡെയോടൊപ്പം 7 MLA-മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റെല്ലാ MLA-മാരെയും ദേവേന്ദ്ര ഫട്നാവിസ് പണം നൽകി വിലയ്ക്ക് വാങ്ങിയതാണെന്ന് പറയുന്നു. അതായത് നിങ്ങളുടെ ഒപ്പം ആരും നിന്നില്ലെങ്കിൽ അവരെ പോയി കുറ്റം പറയുന്നത്. അപ്പൊ പെട്ടെന്ന് അവർ കറപ്ഷൻ ചെയ്യുന്നവരാവോ? അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അല്ലല്ല, ഇവിടെ നോക്കിയ ഫട്നാവിസിന്റെ വൈഫ് അമൃത മാഡം, അവര് പറഞ്ഞു ദേവേന്ദ്ര ഫട്നാവിസ് ഒരു കറുത്ത കോട്ട് ധരിച്ചുകൊണ്ട് ഷെർലക്കിനെ പോലെ ഒരു കറുത്ത കണ്ണാടിയും ധരിച്ച് രാത്രി MLA-മാരെ പോയി കാണാറുണ്ട്. ഇല്ല, അതായത് എന്താന്ന് വെച്ചാൽ ഒരുമിക്കുന്നതിന് മുമ്പായിട്ട് ചില കാര്യങ്ങളൊക്കെ രഹസ്യമായിരിക്കും. രഹസ്യമായിട്ട് ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ കറുത്ത കണ്ണാടി ഒന്നും ഇട്ടിട്ട് ഞങ്ങളൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല ഇതുവരെയൊക്കെ, കേട്ടോ. ഇതൊക്കെ വളരെ വ്യത്യാസമായിട്ടുണ്ട്. പിന്നെ മുംബൈയിൽ ഇതിന്റെ ആവശ്യമൊന്നും ഇല്ല. ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഏതൊരു സെൻട്രൽ പ്ലേസിൽ വേണമെങ്കിലും പോയി ഇരിക്കാം, എവിടെ വേണമെങ്കിലും വെച്ച് കാണാം. പക്ഷെ ഇന്ന് ഉറപ്പായും താങ്കൾ ഒരു രഹസ്യം പറഞ്ഞേ മതിയാവും. ദേവേന്ദ്ര ഫട്നാവിസ് ഒരു വലിയ റോളാണ് അവിടെ ചെയ്തത്. അതായത് ഷിൻഡെയെ BJP-യോടൊപ്പം ചേർക്കാൻ വേണ്ടി. കുതിരയെ ഫട്നാവിസ് അലങ്കരിച്ചു. താങ്കൾ ഷിൻഡെയെ ഒരു കല്യാണ ചെറുക്കനുമാക്കി. അതായത് ദേവേന്ദ്ര ഫട്നാവിസ് വന്നിട്ട് കുതിര അദ്ദേഹത്തിന് വേണ്ടിയല്ല അലങ്കരിച്ചത്. കാരണം ആ സമയത്ത് സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, അന്നത്തെ ഭരണത്തില് ഏക്നാഥ് ഷിൻഡേനെ ആയിരുന്നു ചീഫ് മിനിസ്റ്റർ ആക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് അങ്ങനെ തീരുമാനിച്ചത് അദ്ദേഹത്തിനാണ് ചീഫ് മിനിസ്റ്റർ ആക്കിയതും. പക്ഷേ താങ്കൾ ഇതിനുത്തരം നൽകുക. അദ്ദേഹത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആക്കാൻ താങ്കൾ എന്തിനാണ് ഫോഴ്സ് ചെയ്തത്? താങ്കളാണ് ഫോൺ ചെയ്തത്. അദ്ദേഹം അപ്പോൾ ഒരു പ്രസ് കോൺഫറൻസിലായിരുന്നു. അതായത് നിങ്ങൾ നോക്കണം, അദ്ദേഹം ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആവുന്ന മൈൻഡിൽ തന്നെ ഇല്ല. പക്ഷെ എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, ഒരു അനുഭവശാലി, അതായത് മഹാരാഷ്ട്ര നല്ലപോലെ മനസ്സിലാക്കിയുള്ള ഒരാള്, അദ്ദേഹം മഹാരാഷ്ട്രയിലുള്ള ഗവൺമെന്റ്സ് ഒക്കെ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഒരു മിനിസ്റ്റർ ആവുകയാണെങ്കിൽ നന്നായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റസിനെ ഏറ്റ പോലെ ഏക്നാഥ് ഷിൻഡേനെ തന്നെ ചീഫ് മിനിസ്റ്റർ ആക്കി. ഇദ്ദേഹം ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യട്ടെ. ശരിക്കും പറയണമെങ്കിൽ ഞാൻ ദേവേന്ദ്ര സാറിനെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യും. ഞാൻ ഒരു നല്ല ആശംസകളും പറയണം. കാരണം അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്. അതായത് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞ കാര്യങ്ങൾ ഒരു വാക്ക് പോലും ലാഗ് ചെയ്യാണ്ട്, ഒരു കണ്ടീഷനും ഇല്ലാണ്ട്, എന്താ ഏതാന്ന് പോലും ചോദിക്കാണ്ട് നിങ്ങളുടെ ഓർഡർ ഞാൻ ഫോളോ ചെയ്യാന്ന് പറഞ്ഞ് അദ്ദേഹം ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററുടെ പോസ്റ്റും അക്സെപ്റ്റ് ചെയ്തു. ഇതിനുശേഷം ഉദ്ധവ് താക്കറെയോടൊപ്പം ചേരുവാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? ശിവസേനയുടെ 2 ടീമും ഒന്നിച്ചു ചേർന്ന് BJP-യോടൊപ്പം അലയൻസ്? എനിക്ക് അങ്ങനെ തോന്നിയില്ല. പിന്നെ അതുപോലത്തെ സിറ്റുവേഷനൊക്കെ വരുമെന്ന്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ അവിടുത്തെ സിറ്റുവേഷനൊക്കെ മാറി എന്നാണ് ഞാൻ ശരിക്കും പറയേണ്ടത്. നമ്മൾ മുന്നോട്ടാണ് പോകേണ്ടത്. നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് വേറെ ഒരു ആവശ്യം ഇല്ലെന്നാണ് എന്റെ തോന്നുന്നത്. ഞങ്ങൾ മുന്നോട്ട് പോകും. അവരുടെ ഒരു നല്ല ബോണ്ടിങ് ഉണ്ടല്ലോ, അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തേക്കാം. പഞ്ചാബിൽ താങ്കൾ പല കോംപ്രമൈസും ചെയ്തും ഡെവലപ്പ് ഒന്നും കിട്ടിയില്ലല്ലോ. ഇനി തൊട്ട് നടക്കും. അതായത് 72 സീറ്റിൽ 2 സീറ്റ് മാത്രമാണ് ജയിച്ചത്. അതിനു മുമ്പ് വന്ന് നിങ്ങൾ പാർലമെന്റിൽ നോക്കുവാണെങ്കിൽ എല്ലാരും വന്ന് പറഞ്ഞു അക്കാളിദളമൊക്കെ വിടണമെന്ന്. അക്കാളിദളത്തിന്റെ അവസ്ഥ ശരിയല്ല, നിങ്ങൾ അതൊക്കെ വിടണമെന്നാണ് പറഞ്ഞത്. ഞങ്ങള് NDA പിന്തൊട്ട് വരുന്നത് കൊണ്ട് പ്രധാനമന്ത്രി മോദി പറഞ്ഞത് വേണ്ടെന്നാണ്. അക്കാളിദൾ ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് പാർട്ട്ണർ. പ്രകാശ് സിംഗ് ബാദൽ ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് പാർട്ട്ണർ. അദ്ദേഹത്തിന്റെ അടുത്തുള്ള റെസ്പെക്ട് കൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ വിടത്തില്ല. തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയാലും ആ തോൽവി അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. എന്നാലും നമ്മൾ വിടത്തില്ല. തെരഞ്ഞെടുപ്പിൽ നിന്നു, നമ്മൾ തോറ്റും പോയി. അതുകൊണ്ട് ഞങ്ങൾ ഓപ്പോസിറ്റ് പാർട്ടി പോയി അങ്ങോട്ട് ഇരുന്നു. കാര്യം അന്ന് തീർന്നില്ല. ഞങ്ങളുടെ അലയൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹവും ഞങ്ങളുടെ പാർട്ട്ണറാണ്. കർഷക റൂള് പ്രകാരം ഹർഷിപന്ത് മാഡം അവിടെ മിനിസ്റ്റർ ആയിരുന്നു.
ഈ കർഷക റൂള് വരുന്ന സമയത്ത് മിനിസ്ട്രിയിൽ അവരൊരു വലിയ മെമ്പറായിരുന്നു. അവരവിടെ വന്ന് അവരവരുടെ പങ്കാളിപ്പൊക്കെ തന്നതാണ്. അതിനുശേഷമാണ് ആ റൂൾസും പാസ്സായി വന്നിരുന്നത്. അതിനുശേഷം എതിരിൽ പോരാരംഭിച്ചതും അക്കാളിതളം വിട്ട് അവർ പുറത്തും പോയി. ഞങ്ങളും പറഞ്ഞു നിങ്ങൾ പോകണമെന്ന് വിചാരിച്ചാൽ ധാരാളമായിട്ട് നിങ്ങൾക്ക് പോവാം. ഇത്രയും കാലം ഈ അലയൻസിൽ നഗരങ്ങളിൽ 117 വാർഡിലും 27 സ്ഥാനത്താണ് നിൽക്കാൻ നോക്കിയത് ആ ചെറിയ പാർട്ടി. അതും നഗരത്തിൽ മാത്രം നിൽക്കുന്ന പാർട്ടി. ഗ്രാമത്തിലോട്ട് ഞങ്ങൾ പോയില്ല. അന്ന് അവർ ആ അലയൻസിന് വന്നതിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടി ആദ്യമായിട്ട് 73 സ്ഥാനം പിടിക്കാനിരുന്നതാണ്. വരുന്ന കാലങ്ങളിൽ പഞ്ചാബില് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ആകാൻ പോകുന്നത്. തീർച്ചയായിട്ടും നടക്കും. അടുത്ത പാർട്ടി അവിടെ BJP തന്നെ ആയിരിക്കും. നഡ്ഡ സാർ, താങ്കൾ അലയൻസിനെ പറ്റിയൊക്കെ സംസാരിച്ചു. അത് കേൾക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഫാക്ട് എന്താണ്? കഴിഞ്ഞ 8 വർഷത്തിൽ 19 പാർട്ടികൾ NDAയുടെ അലയൻസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒതുങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ആരെയും അയച്ചില്ല, അയക്കാനും തയ്യാറല്ല. നഡ്ഡ സാർ, താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് എന്റെ കൈവശമുണ്ട്. ദേശത്തുള്ള എല്ലാ പാർട്ടികളെയും ഇല്ലാതാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവസാനം BJP മാത്രമേ കാണുള്ളൂ. ഞങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ എല്ലാ പാർട്ടികളെയും ഇല്ലാതാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന്. എല്ലാവരെയും ഇല്ലാതാക്കാൻ നോക്കുകയല്ലേ? ഇല്ല, ഞാൻ അതിന് ഉത്തരം പറയാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, നാഷണൽ പാർട്ടി പടിപ്പടി എന്തുകൊണ്ടാണ് ഷ്രിങ്ക് ആയത്? കോൺഗ്രസ് പാർട്ടി ദേശീയ പാർട്ടിയായിട്ട് ഇരുന്നിട്ടും ഒരിക്കലും റീജിയണൽ ആസ്പിറൻസ് ഒന്നും അവർ മനസ്സിലാക്കിയില്ല. ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ ഭരണം ഉണ്ടായിരുന്നു. എല്ലാ ചീഫ് മിനിസ്റ്റർ കോൺഗ്രസിനായിരുന്നു സപ്പോർട്ടും. 60 വർഷങ്ങൾക്ക് മുമ്പേ ഒരു റീജിയണൽ പാർട്ടി അവരവിടെ നിന്ന് നീക്കി തള്ളി. 60 years have passed, they are not able to regain those state. ആന്ധ്രാപ്രദേശില് കോൺഗ്രസ് പാർട്ടിയുടെ ഭരണം ഉണ്ടായിരുന്നു. ആന്ധ്രാപ്രദേശ് പിരിഞ്ഞതിന് ശേഷം ആന്ധ്രയിലും ഇല്ല, തെലങ്കാനയിലും ഇല്ല. 2 സ്ഥലത്തും കാണാണ്ട് പോയി. ആരാണ് വന്നത്? ഒരു ഭാഗത്ത് YSR പാർട്ടിയും ഭരണത്തിലോട്ട് ആന്ധ്രയ്ക്ക് വന്ന്, തമിഴ്നാട്ടിൽ AIDMK DMK വന്നു. തെലങ്കാനയിലാണെങ്കിൽ KCRന്റെ ഭരണവും വന്ന്. മിസ്റ്റർ ചന്ദ്രശേഖരന്റെ പാർട്ടിയായിരുന്നു അത്. തെലങ്കാനയുടെ ഡിസ്ട്രിക്ട് ലെവലിൽ വന്നു. ഇന്നത് ഇന്ത്യയുടെ ഗവൺമെന്റ് ആയിട്ട് മാറി. വെസ്റ്റ് ബംഗാളിൽ ആരാണ് വന്നത്? അന്ന് വെസ്റ്റ് ബംഗാളിൽ മമതാജിയാണ് വന്നത്. തിരുവണ്ണാമൽ കോൺഗ്രസ് വന്നിരുന്നു. ഉത്തർപ്രദേശിൽ നിങ്ങൾ ഇത്രയും ദിവസം ഭരണം എടുത്തോണ്ട് വന്നു. അപ്പൊ നിങ്ങളുടെ ചീഫ് മിനിസ്റ്റർ അല്ലായിരുന്നു വരേണ്ടത്? ഉത്തർപ്രദേശിൽ നിങ്ങൾ അങ്ങോട്ട് പറിച്ചെറിഞ്ഞില്ല അവരൊക്കെ. അപ്പൊ അവിടെ ഒരു റീജിയണൽ കക്ഷി അന്ന് വന്ന് പാർട്ടി തുടങ്ങി. ഈ റീജിയണൽ പാർട്ടിയൊക്കെ പടിപ്പടിയെ കുടുംബ പാർട്ടികളായി അവിടെയൊക്കെ. ഇപ്പൊ കുടുംബ പാർട്ടിയായിട്ട് മാറിയതിനു ശേഷം ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഇത് അൺസയന്റിഫിക് ആയതാണ്. ഇത് ഇന്ത്യ മണ്ണിൽ തന്നെ കാണാൻ പാടില്ല. അതുകൊണ്ട് ഈ റീജിയണൽ പാർട്ടിയൊക്കെ അത് തന്നെ പടിപ്പടിയെ പോയേക്കും. ചിലപ്പോ ചേട്ടനും മരുമോളും ആയിരിക്കും നിൽക്കുന്നത്, ചില സമയം മാമനും മരുമോളും ആയിരിക്കും നിൽക്കുന്നത്, പിന്നെ ചേട്ടനും അനിയനും ആയിരിക്കും എതിർത്ത് നിൽക്കുന്നത്. ഈ റീജിയണൽ പാർട്ടിയൊക്കെ എല്ലാം ഒരു കുടുംബ പാർട്ടിയായിട്ട് അവസാനം വരെ നിൽക്കും. കാരണം ഇന്ത്യയിലെ ജനങ്ങള് ഫാമിലി പാർട്ടി, അതായത് ഈ കുടുംബ പാർട്ടികളെ ഉറപ്പായിട്ട് റിജക്ട് ചെയ്തേ തീരും. അതുകൊണ്ടാണ് BJP മുന്നേറുന്നത്. സാർ, താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ റീജിയണൽ പാർട്ടികളെല്ലാം ഇല്ലാതാകും, കുടുംബ പാർട്ടികളെല്ലാം നശിച്ചു പോകും, അവസാനം BJP മാത്രമേ കാണുള്ളൂ. ഫിലിം മുഗളി ആസാമിലെ ഒരു ഡയലോഗാണ് ഓർമ്മ വരുന്നത്. ഉള്ളിനുള്ളിലിരുന്നത് വായ് വഴി പുറത്തേക്ക് വന്നില്ല. ഞാനങ്ങനെ എല്ലാത്തിനെയും അവസാനിപ്പിക്കണമെന്ന് താങ്കൾ? ഞാനങ്ങനെ വിചാരിച്ചില്ല. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഐ ബിലീവ് ഇൻ ഹെൽത്തി കോമ്പറ്റീഷൻസ്. ഞാൻ ഹെൽത്തി കോമ്പറ്റീഷനെ കുറിച്ചേ സംസാരിക്കുള്ളൂ. പക്ഷെ എനിക്കറിയാം, ഒരു പക്ഷെ നിങ്ങൾ ചെറിയ ഗോൾസ് ഒക്കെ വെച്ച് മുന്നേറി പോവുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് എങ്ങനെയാണ് ഞാൻ എന്റെ വലിയ ഗോൾസിനോടൊക്കെ മാച്ച് ചെയ്യുന്നത്? ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, മുന്നോക്കി പോകൂ. എനിക്കെന്താണ് ഇതിൽ പ്രശ്നം? ഇത് ഈ വഴി നിങ്ങൾ നോക്കുവാണെങ്കിൽ എന്നെ കൊണ്ട് അതിന് വരാൻ പറ്റില്ല.